ഹലോ ഫ്രണ്ട്സ്, ഇതിലൂടെ വോയിസ്റ്റാ നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരൂട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 62ഉം 63ഉമാണ്. ഇനി സീസൺ വൈസ് പറയാം. സീസൺ 2 എപ്പിസോഡ് നമ്പർ 10ഉം 11ഉമാണ്. എപ്പിസോഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പൊളി എപ്പിസോഡാണ്, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഗൂസ് ബംസ് എന്ന എപ്പിസോഡാണ്. നേരെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പം നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ മൊമോഷിക്കയും കിൻഷിക്കയും നമ്മളുടെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ മണ്ടയ്ക്ക് പറന്ന് കളിക്കുമായിരുന്നു. അവർ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെത്തേക്കും നമുക്ക് തോന്നും ഇവരെന്തിനാ സ്റ്റേഡിയത്തിനുള്ളിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയേക്കണേ, അത് അവിടെ ഗെയിം നടക്കുകയല്ലേ എന്ന്. അവർ എന്താണ് ചുണ്ണിൻ എക്സാമിന് ലാസ്റ്റ് റൗണ്ടിലേക്ക് മത്സരിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാരണം ഏതൊരു ചുണ്ണിൻ എക്സാമിൽ നടന്നാലും അതിൽ പറഞ്ഞുറപ്പിച്ചടക്കി ഏതെങ്കിലും ഒരു തലതെറിച്ചവന്മാർ വിവരദോഷികൾ വന്നിറങ്ങും. എന്നിട്ട് എന്തെങ്കിലും ഈ ചുണ്ണിൻ എക്സാം മൊത്തത്തിൽ ഞാൻ കൊളാക്കും. ഇതാണ് ഇപ്പോഴും ഇവിടെ നടക്കാൻ പോണത്. കാരണം നമ്മളുടെ ഹീറോസ് ഏതൊക്കെ ചുണ്ണിൻ എക്സാമിൽ നിൽക്കുന്നു, അവിടെ നാറൂട്ടോ ആയിരുന്നു, ഇവിടെ ബൊറൂട്ടോ ആണ്. അപ്പോഴത്തേക്ക് അവിടെ വന്നവന്മാർ കൊളാക്കി ആ ചുണ്ണിൻ എക്സാം കൊളാക്കി ഇപ്പോൾ ആരൊക്കെ ചുണ്ണിനാവാൻ പറ്റാതെ അങ്ങ് പോകും. അതാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ കിൻഷിക്കയും മൊമോഷിക്കയും വന്ന് ഇറങ്ങിയേക്കാണ്. അപ്പോഴത്തേക്ക് ബൊമാരെ കാണുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുന്ന ആദ്യമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും തോന്നുന്നത് അയ്യോ ഹ്യൂഗ ക്ലാനിലാരോ ആണല്ലേ എന്ന രീതിയിലാണ്. അതായത് കൊച്ചു പിള്ളേർക്കാണ് തോന്നുന്നത് പ്രത്യേകിച്ച്. കാരണം ബാക്കിയുള്ളവരെല്ലാവരും നമ്മളുടെ കാഗിയുടെ അഴിഞ്ഞാട്ടം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഒരു തോന്നുന്നില്ല. നാറൂട്ടോയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മളുടെ ആര് ഓട്ടോസുക്കെ കാണുമ്പോഴേ അതുപോലെ തന്നെ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് കാര്യമാണ്. എത്രയും പെട്ടെന്ന് നാറൂട്ടോയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകണം, സ്റ്റേഡിയത്തിലുള്ള എല്ലാവരെയും സേഫ് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗാറ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് കിൻഷിക്കിനെ മൊമോഷിക്കിനെയാണ്. അവന്മാർ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇല്ല, അവന്മാരാണെങ്കിൽ ചുമ്മാ ചൊറിഞ്ഞോണ്ട് നിൽക്കുകയാണ്. വ്യാക്കുകനുള്ളെന്ന് തോന്നുന്നത് എന്ന രീതിയിലാണ് ബൊറൂട്ടോ നിൽക്കുന്നത്. അപ്പോൾ കാഗിയുടെ ആരാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കാഗിയെ വന്നിട്ട് കുറേ വൃത്തികെട്ട ക്രിയേച്ചേഴ്സിന് ഓട്ടോട്സുക്കി ക്ലാനിനെ പറ്റിയിട്ട് ഒരു വീക്ക് ഐഡിയ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഈ വൃത്തികെട്ട ക്രിയേച്ചേഴ്സ് സംസാരിക്കുന്നു അല്ലേ, അതിലും പ്രശ്നം ഞങ്ങൾക്ക് ആ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കണം എന്ന രീതിയിൽ പറഞ്ഞ് ഒരു ഐഡിയയും കൊടുക്കാതെ അവന്മാർ ഫൈറ്റിലേക്ക് ഇറങ്ങുകയാണ്. കാര്യം പറഞ്ഞിട്ട് തന്നെ കൊല്ലണ്ടേ, കാര്യം പറയുന്നേ ഇല്ല. അവന്മാർ കാര്യം പറയാതെ അടിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു കിൻഷിക്കാണെങ്കിൽ എടുത്തപ്പാടേ വലിയ രീതിയിൽ നമ്മളുടെ ഒരു വെപ്പൺ യൂസ് ചെയ്ത് അവൻ്റെ ഒരു ടൂൾ യൂസ് ചെയ്ത് നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് കളയുന്നുണ്ട്. ഈ ഒരു അടി സ്റ്റേഡിയത്തിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടായതുകൊണ്ട് സ്റ്റേഡിയം മൊത്തത്തിൽ കിടന്ന് കുലുങ്ങി പൊളിയാൻ തുടങ്ങുകയാണ്. ആകെ മൊത്തത്തിൽ പണിയായി എന്ന് പറഞ്ഞാൽ മതിയെ. സ്റ്റേഡിയത്തിൻ്റെ ടോപ്പ് ഭാഗം പൊളിഞ്ഞ് വിടാൻ പോകുമ്പോഴത്തേക്കും സാക്കുറയാണ് വന്നിട്ട് പിടിക്കുന്നത്. സാക്കുറ വന്ന് പിടിക്കുന്നത് സാക്കുറയാണ് വന്ന് ഇടിക്കുന്നത്. സാക്കുറ ഇടിച്ചാൽ പിന്നെയും അത് അവരുടെ മണ്ടയ്ക്ക് തന്നെ വെടുത്തില്ലെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ടമറി അത് പറപ്പിച്ച് കളയുവാണ്. അങ്ങനെ നമ്മളുടെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളുടെ കക്കാഷിയൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മളുടെ മിക്കവാറും നാറൂട്ടോയുള്ള ക്യാരക്ടേഴ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ ഗാറയുടെ ഭാഗത്തുള്ള ആൾക്കാർക്ക് സംരക്ഷണമായിട്ട് ഗാറ സാൻഡ് യൂസ് ചെയ്ത് അവിടെ വീഴാൻ പോകുന്ന കട്ടകളെല്ലാം പിടിച്ചു നിർത്തിയിട്ട് പതുക്കെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ഷിൻകി അപ്പോഴാണ് ബോധം തെളിയുന്നത്. ഷിൻകി ഗാറയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുക എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും ഗാറ പറയാ നീ ഒന്ന് താഴത്തേക്ക് നോക്കുക, ആ നിൽക്കുന്ന 2 പേര് ഓട്ടോട്സുക്കി ക്ലാൻ എന്നാണ്. അവർ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് വന്നേക്കുന്നത്, അല്ലാതെ അവരിവിടെ നിന്ന് നമ്മളുടെ ചുനിൻ എക്സാം കഴിഞ്ഞത് സെലിബ്രേറ്റ് ചെയ്യണമെന്നും അല്ലെന്ന്. അപ്പോഴത്തേക്കും ഗാറ പറയുന്നുണ്ട് നീ ഇപ്പോൾ പോയിട്ട് ആൾക്കാരെ സഹായിക്കണം. അപ്പോഴത്തേക്കും ഷിൻകിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്കും ഗാറ പറയുന്നുണ്ട് നിനക്ക് ഫൈറ്റ് ചെയ്യാം, പക്ഷെ നീ ജയിക്കത്തില്ല, നിന്നെക്കാളും വലിയ ഒപ്പോണൻ്റാണ് ആ നിൽക്കുന്നത്, അതുകൊണ്ട് നീ അങ്ങനെ ഒരു ചോയ്സ് എടുക്കാതെ ആൾക്കാരെ സഹായിക്കാൻ പോകുന്ന പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ഗാറ പറഞ്ഞാൽ നമ്മളുടെ ഷിൻകിക്ക് അതാണ് ലാസ്റ്റ് വാക്ക്, അതിനപ്പുറത്തേക്ക് ചാടിക്കടന്നൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ ഷിൻകി അത് ചെയ്യുവാണ്, ആൾക്കാരെ സഹായിക്കാൻ പോവാണ്. ഷിൻകിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, നമ്മളുടെ ചുനിൻ എക്സാമിൻ്റെ കാര്യം ഉൾപ്പെടെ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടോയിലെ ഗനിൻസും നാറൂട്ടോയിലെ ആൾക്കാരെല്ലാം ഇപ്പോൾ ചുനിൻസും ജൊനിൻസും ഒക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും റെസ്ക്യൂവിൻ്റെ ഭാഗമാവുന്നുണ്ട്. എസ്പെഷ്യലി കക്കാഷിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഇനോഷിൻ നല്ല രീതിയിൽ ബോർഡിനെ യൂസ് ചെയ്ത ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സറാഡേനാണ്. സറാഡ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ നടക്കുമ്പോൾ
നിൽക്കുമ്പോഴാണ് ഈ കിൻഷിക്ക് നമ്മളുടെ സാസുക്കി എടുത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതായത് സ്ക്രോൾ എടുക്കാൻ പോയപ്പോഴത്തേക്കും സാസുക്കി ഷെറിങ്ങനെയും റെനിഗനെയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ കണ്ണ് നോട്ട് ചെയ്തതായിരുന്നു. അത് വെച്ചിട്ട് നമ്മളുടെ സറാഡേനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും സറാഡ തീരാനുള്ളതായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് സാസുക്കി അങ്ങോട്ടേക്ക് വരാണ്. സാസുക്കി പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പക വീട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചെയ്യണം, അതാണ് അന്തസ്, അല്ലാതെ എൻ്റെ മോളെ തൊട്ട് നീ കളിക്കുക വേണ്ട, എൻ്റെ മോളെ നീ തൊടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സറാഡേനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. കിൻഷിക്ക് പറയുന്നുണ്ട്, അത് നിൻ്റെ വായ മാത്രമേ ഉള്ളൂ സ്മാർട്ട്, വേറെ ഒന്നും നിനക്ക് ജിൽജിലിപ്പ് ഇല്ല എന്ന് പറയാണ്. അതുമാത്രമല്ല എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് അറ്റാക്കും ചെയ്യാൻ നോക്കുകയാണ്. അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സാസ്കി നല്ല രീതിയിൽ എസ്കേപ്പ് ആവുന്നുണ്ട്. സറാഡേനെ വെച്ചിട്ടാണ് എസ്കേപ്പ് ആവുന്നത്. അതേസമയം നറൂട്ടോനെ കാണിക്കുകയാണെങ്കിൽ നറൂട്ടോ ബൊറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പോൾ മൊമോഷിക്ക് പറയുന്നുണ്ട്, രണ്ടുപേരും പിള്ളേരെ എടുത്ത് വെച്ച് ഉൾട്ട കളിക്കുവാണോ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന രീതിയിൽ. നറൂട്ടോ പറയുന്നുണ്ട് ബൊറൂട്ടോനെ തൊട്ടിട്ട് ഒരു കളിയും വേണ്ടെന്ന്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയുന്നുണ്ട്, ഞാൻ നോക്കാം. അപ്പോൾ നറൂട്ടോ പറയുന്നത്, ഇല്ല നീ വിചാരിക്കും പോലെ അല്ല ഈ സംഭവം എന്ന്. മൊമോഷിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നറൂട്ടോനെ തട്ടിയെടുത്ത് ഭിത്തിയിൽ അടിക്കുകയാണ്. ഇത് കാണുമ്പോൾ എൻ്റെ അച്ഛനോ ഈ ഗതി എന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ട് ബൊറൂട്ടോ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മൊമോഷിക്ക് ആണെങ്കിൽ നറൂട്ടോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ബൊറൂട്ടോനെ കടന്നു പോകുന്നുണ്ട്. നാണക്കേട് എന്ന് തോന്നിയത് നമ്മളുടെ ബൊറൂട്ടോ വെറുതെ വിടുന്നില്ല, കോട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ്. കോട്ട് ഉപയോഗിച്ച് ഫയർ യൂസ് ചെയ്യാണ്. ഫയർ റിലീസ് ബുള്ളറ്റ് ബ്ലേസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ബൊറൂട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വിൻഡ് റിലീസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം വാട്ടർ റിലീസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൊറൂട്ടോ മാറി ഇത് മൂന്നും യൂസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം നമ്മളുടെ മൊമോഷിക്ക് അബ്സോർബ് ചെയ്ത് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ മൊമോഷിക്കയുടെ കയ്യിലൊരു സംഭവമുണ്ട്, അത് കാണാനായിട്ട് നമ്മളുടെ ഷെറിങ്ങൻ പോലൊക്കെയാണ്. അപ്പോഴത്തേക്കും അത് വെച്ചിട്ടാണ് എടുത്തത്, അത്രയും അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ മിറ്റ്സുക്കിനെയാണ്. മിറ്റ്സുക്കി ആണെങ്കിൽ അവിടെ കൊച്ചു പിള്ളേരെയാണ് റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ മിറ്റ്സുക്കി കുറച്ചധികം ദൂരം പോകാൻ പറ്റുന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയിലേക്കുള്ള പിള്ളേരെയാണ് റെസ്ക്യൂ ചെയ്യാൻ ഏറ്റേക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേ ഒരു കൊച്ചു നല്ല രീതിയിൽ കരയുന്നുണ്ട്. അതിനോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, രക്ഷപ്പെട്ട് കഴിഞ്ഞ് എല്ലാം തീർന്നു, നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല, ഇതൊക്കെ ചുമ്മാ ആണ്, ഒന്നുമില്ല, നിനക്ക് ഇപ്പോൾ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മിറ്റ്സുക്കി അപ്പോഴത്തേക്കാണ് ബൊറൂട്ടോനെ പറ്റി ആലോചിക്കുന്നത്. എൻ്റെ മോൻ ബൊറൂട്ട എന്ത് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോനെ നോക്കുമ്പോൾ ബൊറൂട്ട ആകെ പെട്ട് നിൽക്കുവാണ്. കാരണം മൊമോഷിക്ക് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അത് മിറ്റ്സുക്കിക്ക് മനസ്സിലായി. ബൊറൂട്ടോനെ ഒരു രീതിയിലുള്ള അടവും മൊമോഷിക്ക് എടുത്ത് നടക്കുന്നോ ഇല്ല. അങ്ങനെയാണെങ്കിൽ മിറ്റ്സുക്കി എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്കും സേജ് മോഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കാരണം സേജ് മോഡിലേക്ക് പോയാൽ അങ്ങനെ പൊക്കോടാന്ന് ഒറോച്ചിമാർ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് വല്ലാതെ വേറെ വഴിയില്ല, നമ്മുടെ ബൊറൂട്ടോനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് പറ്റത്തുള്ളൂ. അതാണ് മിറ്റ്സുക്കിക്ക് ഏറ്റവും പ്രധാന കാര്യം. ബൊറൂട്ടോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ബൊറൂട്ടോനെ രക്ഷിക്കാനായിട്ട് സേജ് മോഡിലേക്ക് പോകണം. നമ്മൾ ഓർക്കണം നമ്മളുടെ മിറ്റ്സുക്കിക്ക് ബൊറൂട്ടോ ആയിട്ടുള്ള ബോണ്ട്. കാരണം അത് ചുനിൻ എക്സാമിന് പോലും ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കുമാണ് ചൂണ്ടക്കൊളുത്ത് നമ്മളുടെ മിറ്റ്സുക്കിനെ തിരക്കി വരുന്നത്. അങ്ങനെ മിറ്റ്സുക്കിയുടെ പുറത്ത് അത് കുത്തി ഇറക്കിയിട്ട് അത് വലിക്കുകയാണ്. അങ്ങനെ വലിക്കുമ്പോൾ മിറ്റ്സുക്കിയുടെ ചക്ര അത്രയും ഉറാഷിക്ക് എടുക്കുകയാണ്. ഇവനിതപ്പെടാ എവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും അവിടെ വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ആ ഒരു സ്ഥലത്തില്ലേ ഇങ്ങനത്തെ ഉള്ള സ്പെഷ്യൽ ഗ്ലോയിങ് ആയിട്ടുള്ള ചക്രമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു, ഈ ചക്രം മുഴുവൻ ഞാൻ എടുക്കുക എന്ന് പറയാണ്. ഇപ്പോൾ മിറ്റ്സുക്കിയുടെ ദേഹത്ത് ഒട്ടും ചക്രയില്ല, അപ്പോൾ അത് മുഴുവനായിട്ടും ഈ ഒരു വൃത്തികെട്ട ഉറാഷിക്ക് എടുത്തേക്കാണ്. ഇങ്ങനെയുള്ള ടെക്നിക്കും സംഭവങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആര് നിൽക്കുന്നത്, ഉറാഷിക്ക് നിൽക്കുന്നത്. ഇവൻ ചക്രയോടെ എടുത്തിട്ട് പോവാണ്. മറ്റേ നമ്മളുടെ അവനാണെങ്കിലും അബ്സോർബ് ചെയ്യാണ്, മറ്റവനാണെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാണ്. അവനാണ് മിക്കവാറും ഈ ബീസ്റ്റിൻ്റെ ചക്രയൊക്കെ എടുത്തിട്ട് പോകുന്നത്. ഇവനാണെങ്കിൽ സ്കിൽസാണ് എടുത്തിട്ട് പോകുന്നത്, ടെക്നിക്സാണ് എടുത്തിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ നമ്മളുടെ ഗാറയും അതുപോലെ തന്നെ ചോജ്റോയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഗാറയുടെ സാൻഡ് യൂസ് ചെയ്ത് മിറ്റ്സുക്കിനെ പിന്നെയും അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണ്. അതേസമയം മൊമോഷിക്കയുടെ കാര്യത്തിൽ കാണിക്കുകയാണ്. നമ്മളുടെ ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ നറൂട്ടോ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തട്ടി മാറ്റുന്നുണ്ട്, ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. മൊമോഷിക്ക് ഒന്നും മാറുന്നതല്ലാതെ പിന്നെ നിർത്തുന്നൊന്നുമില്ല. പിന്നെയും അറ്റാക്ക് ചെയ്യാനായിട്ട് വരുവാണ്. അപ്പോഴത്തേക്കുമാണ് ബ്ലാക്ക് കളർ എന്തോ ഒന്ന് ഇവരെ രണ്ടുപേരെയും ബൈൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. നോക്കുമ്പോൾ നമ്മളുടെ ഷിക്കമാറു വന്നേക്കാണ്, ഷാഡോ ബൈൻഡിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഷിക്കമാറു ആണെങ്കിൽ അവർ രണ്ടുപേരെയും പിടിച്ച് നിർത്തുന്നുണ്ട്. പെട്ടെടാ മോനെ പെട്ടെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നറൂട്ടോയും അതുപോലെ തന്നെ നമ്മളുടെ സാസ്ക്യൂയും ഇപ്പോൾ അവിടെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നോക്കിയാൽ ഷിക്കമാറിനെ തന്നെ അതിൽ കൂടെ വലിച്ചിങ്ങിടുകയാണ്. കയറ് പോലെ യൂസ് ചെയ്യാണ് ഷാഡോ. അങ്ങനെ ആ ഷാഡോനെ കയറ് പോലെ വലിച്ച് യൂസറിനെ തന്നെ വലിച്ച് തള്ളി
ഇട്ടിട്ട് അവർ രണ്ടുപേരെ യൂസ് ചെയ്ത ആ ഒരു ടെക്നിക്കില്ല, രണ്ടുപേർക്കും നേരെ യൂസ് ചെയ്ത ഒരു ബൈൻഡിങ് അത് ഫുള്ളായിട്ട് മൊമോഷിക്ക് അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതല്ലേ, നിങ്ങൾ എന്തായാലും ഇത്രയും നല്ല ജുറ്റ്സൂസൊക്കെ ഞങ്ങൾക്ക് തന്നതല്ലേ, അപ്പോൾ സംസാരിച്ചേക്കാം. അതുകൊണ്ട് സംസാരിക്കുകയാണ്. എൻ്റെ പേര് കിൻഷിക്കി, ഇവൻ്റെ പേര് മൊമോഷിക്കി. അതായത് എന്നിട്ട് മൊമോഷിക്കി പറയുന്നുണ്ട്, മൊമോഷിക്കിയുടെ ഗാർഡിയനാണ് ഈ വലിയ കിൻഷിക്കി. അപ്പോഴത്തേക്കും ഇവരിങ്ങനെ സംസാരിച്ചിട്ട് മൊമോഷിക്കിയാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. അതായത് ഞാൻ പറയാൻ വരുന്നത്, കാഗി ഇവിടെ വന്നതിന് ശേഷം കാഗി ഒരു വലിയ ട്രീനെ ഉണ്ടാക്കിയല്ലോ, ഡിവൈൻ ട്രീ. അതിൽ നിന്നും ചക്ര എടുത്തതും പിന്നീട് അതിൽ ബീസ്റ്റുകൾക്കായിട്ട് കൊടുത്തതും ഷെയർ ചെയ്തതും ഇവിടെയുള്ള ജനങ്ങളെല്ലാം അതുള്ളതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം ഞാൻ തിരിച്ചെടുക്കാൻ പോവാണ് ഓരോന്നായിട്ട്. എന്തിനാ മോനെ നിനക്കത് എന്ന് നാറൂട്ടോ ചോദിച്ചാൽ അവൻ പറയുന്നത് ഇതുപോലെ പിൽസ് ഉണ്ടാക്കാനാണ്. ഇങ്ങനെ പിൽസ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് അത്രയും ഞങ്ങൾ വിതരണം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം, എല്ലാവർക്കും എല്ലാ ടെലിവിഷനും ചക്രയൊക്കെ ഒന്നിച്ച് കിട്ടിയിട്ട് ഒരു പ്രത്യേക പവർ, പുതിയൊരു പവർ കിട്ടും. എന്ത് വേണോ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ. ഈ ഒരു പില്ല് ഇപ്പോൾ ഇത്ര ഇവരുടെ കയ്യിൽ ഉള്ളത് കുറച്ച് എണ്ണമാണ്. അത് അവർ ഒപ്പിച്ചതാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഒപ്പിച്ചതെന്ന്. ബീസ്റ്റ് ഉണ്ടെങ്കിലേ ഇത് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഏത് ബീസ്റ്റിനെ ഉപയോഗിച്ചായിരിക്കാം ഇത് ഒപ്പിച്ചത് അറിയാലോ. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ പറയുന്നുണ്ട്, കോട്ട് പോലെയാവുന്നു. നാറൂട്ടോയ്ക്ക് ആകെ ടെമ്പറേച്ചർ എന്നുണ്ട്. കോട്ട് പോലെ ആയാലും ഈ ഒരു ചക്ര പിൽസ് പോലെ ആയാലും നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ഇങ്ങനെ കുറുക്ക് വഴി പോകുന്നത്? ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്ക് വേണോ എന്ത് വേണോ എടുക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോഴത്തേക്കും മൊമോഷിക്ക് പറയുന്നുണ്ട്, കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇത് കൂടെ കിട്ടുമെന്ന്, ഇതിന് കഴിച്ചാൽ കിട്ടുമെന്ന്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഗാറേനെയും ടോജിറോനെയാണ്. ഉറാഷിക്കിനെ എങ്ങനെയെങ്കിലും വിളിച്ചിട്ട് കാടിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്തുവാ, ആൾക്കാർക്കൊന്നും അപകടം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ നിന്നും മാറിയിട്ട് കുറേ അധികം ദൂരത്ത് കൊണ്ട് നിർത്തിയേക്കണേ. ഇവിടെ വെച്ച് തീർക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഗാറയുടെയും ടോജിറോയുടെയും ഉദ്ദേശവും കേട്ടോ. അങ്ങനെ ഗാറയ്ക്ക് നേരെ പിന്നെയും ചൂണ്ടക്കൊളുത്ത് ഉപയോഗിക്കുകയാണ് ഈ ഒരു ഉറാഷിക്ക്. ഇവന് വേറെ പണിയൊന്നുമില്ലേ. അങ്ങനെ നമ്മൾ ഗാറ പറയുന്നുണ്ട്, നീ എന്നെ പോലെ എപ്പോഴും ഒരേ ടെക്നിക്ക് പെട്ട് ഡാമേജ് ആവാൻ ഞാൻ എന്തോ മണ്ടനോ എന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗാറ യൂസ് ചെയ്തത് സാൻക്ലോൺ ആയിരുന്നു. അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് വന്ന് ഗാറ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ബീം പോലത്തെ ഒരു സ്റ്റോൺ പോലത്തെ സാധനം യൂസ് ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്നും ഉറാഷിക്ക് രക്ഷപ്പെടുന്നുണ്ട്. ടോജിറോയുടെ മണ്ടയ്ക്ക് വീഴാതെ ടോജിറോയും രക്ഷപ്പെടുന്നുണ്ട്. ടോജിറോനെ പറ്റിയിട്ട് നമ്മുടെ ഉറാഷിക്ക് നല്ല രീതിക്ക് അറിയാം. ടോജിറോ ആണെങ്കിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ടോജിറോനോട് പറയുന്നുണ്ടോ, നിന്റെ സോഡൊക്കെ നീ വീട്ടിൽ വെച്ചിട്ട് മറന്നു വന്നോന്ന്. അപ്പോൾ തന്നെ ഗാറ ചോദിക്കുന്നുണ്ട്, അത് എങ്ങനെ ഇവനെ അറിയുന്നതെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് വന്നതെന്ന്. എന്നിട്ട് ടോജിറോ കയ്യിലിരിക്കുന്ന സോഡ ആണെങ്കിൽ ആ ഒരു ഹുക്ക് യൂസ് ചെയ്ത് പൊട്ടിച്ചും കളയുന്നുണ്ട്. ഇവൻ ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിച്ചിട്ട് വന്നതെന്നും ഗാറ സാൻഡ് യൂസ് ചെയ്യുമെന്നും ടോജിറോയ്ക്ക് ഒരു സോഡ് ഉണ്ടെന്നും അപ്പോൾ ആ സോഡ് സൂപ്പർ പവർഫുൾ ആണെന്നും അത് സ്പെഷ്യൽ ആണെന്നും ഒക്കെയും നമ്മളുടെ ആർക്കറിയാം, ഉറാഷിക്ക് അറിയാം. ഞാൻ അങ്ങനെ ചുമ്മാ ഒന്നും അല്ല വന്നതെന്ന്. അപ്പോഴത്തേക്കും ബൊറൂട്ടോനെ പറ്റിയിട്ടൊക്കെ ഉറാഷിക്കാണ് അറിയുന്നത്. അവനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വന്നേക്കണേ. ഗാറയിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് ഞാൻ തീർക്കും എന്നും പറഞ്ഞിട്ടാണ് ഈ ഉറാഷിക്ക് നിൽക്കുന്നത്. അതേസമയം നമ്മളുടെ ആ ഒരു സ്റ്റേഡിയത്തിൽ കാണിക്കുകയാണ് ബൊറൂട്ടോ, നാറൂട്ടോ, സാറാഡ, സാസുക്കി എല്ലാവരും ഉണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് കെൻഷിക്കി, മൊമോഷിക്കി ഉണ്ട്. അപ്പോഴത്തേക്കും അവർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മളുടെ മൊമോഷിക്കി ഇപ്പോൾ സംസാരിക്കുകയാണ്. ഈ ഒരു പില്ല് ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ നാറൂട്ടോ നേരെയെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നാൽ ഒരു കുഴപ്പമില്ല, പ്രശ്നം ഇവിടെ വെച്ച് തീരും. ഇവിടെ വലിയ ഡാമേജ് ഒന്നും ഉണ്ടാകത്തുമില്ല. പക്ഷേ നീ വന്നില്ലെങ്കിൽ തീരുമെന്ന്. നടക്കൂല മോനെ എന്ന് സാസുകിയും നാറൂട്ടോയും പറയുന്നുണ്ട്. എൻ്റെ മോനെ, നിങ്ങൾ എന്നെക്കൊണ്ട് ഒരിക്കലും അത് നിർബന്ധിപ്പിക്കരുതേ എന്ന് മൊമോഷിക്ക് പറയാണ്. എന്നിട്ട് മൊമോഷിക്ക് കയ്യിലുള്ള ആ ഒരു അതായത് ഗുളിക എടുത്ത് വായിലിടുകയാണ്. എന്നിട്ട് മൊമോഷിക്ക് ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുകയാണ്. അതിന് ചുറ്റും നേച്ചുറൽ എലമെൻറ്റ്സ് എല്ലാം കിടന്ന് ചുറ്റി പറക്കാണ്. ലൈറ്റ്നിങ് ആയിക്കോട്ടെ, ഫയർ ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, എല്ലാം കിടന്ന് കറങ്ങാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നതേ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് മാത്രമേ ഇതിലുള്ളൂ എന്ന്. അതായത് ബൊറൂട്ടോ നമ്മളുടെ കോട്ട് ഉപയോഗിച്ച് കൊടുത്ത എല്ലാ ഇതും എന്ത് ചെയ്തേക്കാണ്, ഇതിലങ്ങ് എടുത്തേക്കാണ്. ഇങ്ങനൊരു പ്രശ്നത്തിന് കാരണം ഞാനാണല്ലോ എന്ന് മനസ്സിലാക്കിയ ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോണിലേക്ക് പോകുന്നുണ്ട്. ഒരു ക്ലോണാണ് ഉണ്ടാക്കുന്നത്, ഒന്ന് ബൊറൂട്ടോ, ഒന്ന് ആ ക്ലോൺ, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ സറാഡ പറയുന്നുണ്ട്, വേണ്ട ഇത് തെറ്റാണ്, നീ ചെയ്യരുതെന്ന് പറയുമ്പോൾ അപ്പം അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ അവനാണെങ്കിൽ മൊമോഷിക്ക് ആ ഒരു സാധനം ഇടുമ്പോൾ തന്നെ അത് ഭയങ്കര ബ്ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ ആ ഒരു ചെറിയ സാധനമാണ് അപ്പോഴും, പക്ഷേ അത് തന്നെ വലിയൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം അവിടെയുള്ള ആൾക്കാർക്കൊക്കെയും ചെറിയ ചെറിയ പരിക്കുകൾ
പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ സ്റ്റേഡിയത്തിനകത്ത് ഇനിയും ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വിട്ടുകൊടുത്താൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് നമ്മളുടെ നാറൂട്ടോയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാറൂട്ടോ ടൈൽഡ് ബീസ്റ്റ് മോഡിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ബൊറൂട്ടോ നാറൂട്ടോനെ മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും വാശിയിൽ ടൈൽഡ് ബീസ്റ്റ് ആ ഒരു ഇതിൽ പോവാണ്. അപ്പോൾ അത്ര അടുത്ത് നിന്ന് നാറൂട്ടോനെ അങ്ങനെ കാണുമ്പോൾ ബൊറൂട്ടോയ്ക്ക് ആകെ മൊത്തത്തിൽ സ്റ്റണ്ണിങ് ആയിട്ട് തോന്നുകയാണ്. പൊളി, ഇങ്ങനെയും ഒരു സ്ട്രെങ്ത് എൻ്റെ അച്ഛനുണ്ടായിരുന്നു, ഇതെന്ത് സ്ട്രെങ്ത് ആണ് എന്നൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതാണ് കുറാമയുടെ സ്ട്രെങ്ത് എന്ന്. എന്നിട്ട് നാറൂട്ടോ ആണെങ്കിൽ ക്ലോൺസിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതൊരു വലിയ ബ്ലാസ്റ്റാണ് മൊമോഷിക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നോക്കിയിട്ട് തന്നെ ക്ലോൺസിനെ സ്റ്റേഡിയത്തിന് ചുറ്റും ഉണ്ടാക്കുന്നുണ്ട്. ആ ക്ലോൺസ് കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ ആ ഒരു സ്റ്റേഡിയം മൊത്തത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് നമ്മളുടെ കുറാമയുടെ ചക്രയിൽ. അങ്ങനെ നാറൂട്ടോനെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ കേൾക്കുകയാണ് നാറൂട്ടോ പറയുന്ന വാക്കുകൾ. അതായത് ഈ ലീഫ് വില്ലേജ് എൻ്റെ വീടാണ്, ഈ വീട്ടിലുള്ള ഓരോരോ ജനങ്ങളും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്, അവരെൻ്റെ കുടുംബമാണ്, അവരെന്നെ വിശ്വസിച്ചാണ് ഈ കുടുംബത്തിൽ ഈ വീട്ടിൽ ഒന്നിച്ച് നിൽക്കുന്നത്. ഇത്രയും നാളും സന്തോഷമായിട്ട് പോയി ഇവിടെ നിൻ്റെ ഒരു അറ്റാക്ക് കൊണ്ട് ഒന്നും നടക്കാൻ പോകില്ല. നിനക്ക് അവരുടെ രോമത്തിൽ തൊടണമെങ്കിൽ നീ 17 കോടി വെള്ളത്തിലെങ്കിലും കുളിച്ചിട്ട് നീ വരണം. എന്നാൽ പോലും നിന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഞാനിവിടെ ഉണ്ട്. ഞാൻ ഉള്ളിടത്തോളം കാലം ഇവിടെ നല്ല ഒരിടത്തും ഒരറ്റാക്ക് എൻ്റെ അടുത്തുനിന്ന് പോയി നീ ചെയ്യത്തില്ല മോനെ. നീ ഈ വെള്ളം ഇറക്കി വെച്ചോ, ആ പരിപ്പ് മാറ്റി വെച്ചോ എന്ന് നാറൂട്ടോ പറയാണ്. അത് കേട്ട് നമ്മളുടെ ബൊറൂട്ടോ നമ്മൾ തന്നെ സ്റ്റണ്ണാവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആകെ ആ ഒരു നമുക്കറിയാമല്ലോ അതിൽ നിൽക്കുകയാണ്. എന്നിട്ട് ബൊറൂട്ടോ പറയാണ് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു അച്ഛൻ ഇത്രയും പവർഫുള്ളാണ്, ഇങ്ങനത്തെ ഒരു പവർ അച്ഛനുണ്ട് എന്ന്. അപ്പോൾ ഇതൊന്നും മൊമോഷിക്ക് നോക്കുന്നില്ല. മൊമോഷിക്ക് അടുത്ത ടെക്നിക്ക് യൂസ് ചെയ്യാണ്, വാട്ടർ റിലീസ് ടഹർ ആൻഡ് ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അത് വെച്ച് മൊത്തത്തിൽ പണി കൊടുക്കുകയാണ്. എന്നാലും അതൊന്നും ഏൽക്കുന്നുണ്ടോ കുറാമ എടുത്ത്? ഒരു രീതിയിലില്ല. എന്നിട്ട് ഇനി കുറാമയ്ക്ക് വല്ലതും പറ്റുമോ, നിന്റെ ചക്ര പെട്ടെന്ന് ഡ്രെയിൻ ആകുമോ എന്ന് മനസ്സിലാക്കിയ സാസുക്കി ആണെങ്കിൽ സുസനോടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുറാമയ്ക്ക് ഹെൽമെറ്റ് വെച്ച പോലെ ഒരു ഷീൽഡ് അവിടെ വരിക. അവിടെ നമ്മളുടെ സാസുക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ നാറൂട്ടോയുടെ വില്ലേജൊക്കെ തന്നെയാണ്, സംഭവം ശരിയാണ്. പക്ഷെ നാറൂട്ടോ സാസുക്കിയുടെ ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നാറൂട്ടോ ഒരിക്കലും തനിച്ച് കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് സുസനോ കൊടുക്കുന്നത്. അതിനുശേഷവും മൊമോഷിക്ക് ഒരുപാട് രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മൊമോഷിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇവരെ എങ്ങനെയെങ്കിലും തോപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അടുത്തത് ഒരെണ്ണം വലുത് എടുക്കുന്നുണ്ട്. അതെന്താണ്, അതും ഇതുപോലെ തന്നെ എല്ലാ ചക്രയും കമ്പൈൻ ചെയ്ത് ഒരു വലുത് നോക്കിയിട്ട് നമ്മുടെ മൊമോഷിക്ക് എടുക്കുന്നുണ്ട്. നമ്മുടെ നാറൂട്ടോ പരമാവധി പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ എവിടെ കാണിക്കുകയാണ്, ചോജ്രോയുടെയും ഗാർഡയുടെ അടുത്ത് ഉറാഷിക്കിയുടെ കളികൾ. നമ്മളുടെ ചോജ്രോയുടെ കയ്യിൽ നിന്നും ആ വാട്ടർ സ്പ്ലൈക്ക് യൂസ് ചെയ്യാണ് നമ്മുടെ ചോജ്രോ, അത് പൊട്ടിച്ചു കളയാണ് ഈ ഉറാഷിക്ക്. അതങ്ങനെ ഒരു സോഡ് പോലെ ആയിരുന്നു, പക്ഷേ അത് ചക്ര വെച്ചുണ്ടാക്കിയതാണ്. അപ്പോഴത്തേക്കും അത്രയും സ്ട്രോങ് ആണ് ഉറാഷിക്ക്. അതിനുശേഷം ഉറാഷിക്ക് ചവിട്ടാൻ പോകുന്നിടത്ത് ഗാറയുടെ സാൻഡ് കിടന്നിട്ടുണ്ടായിരുന്നു. അതൊരു കൈ പോലെ ഉണ്ടാക്കി അത് വെച്ചിട്ട് ഉറാഷിക്കിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. അതിനെ ഉറാഷിക്ക് അബ്സോർബ് ചെയ്ത് എടുത്തിട്ട് അത് വെച്ചിട്ട് ഗാറയിനെ തിരിച്ച് അതേ അറ്റാക്ക് ചെയ്യുവാണ്. അതോടെ ഗാറയ്ക്ക് മനസ്സിലായി പണി കിട്ടി. കാരണം അവൻ അതും കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഗാറയാണെങ്കിൽ ആ ഒരു സാൻഡ് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഉറാഷിക്ക് അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്ത് എടുക്കാൻ തുടങ്ങുകയാണ്. ഗാറ ആകെ മൊത്തത്തിൽ മുട്ടുകുത്തി തറയിൽ ഇരുന്ന് പോവാണ്. എന്നാലും ഗാറയ്ക്ക് ആ ഒരു അറ്റാക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് കൊണ്ടുപോയ കൈ അവൻ അങ്ങോട്ട് തന്നെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ അത് മുഴുവനായിട്ടും നമ്മുടെ ഗാറയുടെ ഓൾമോസ്റ്റ് സാൻഡ് മൊത്തം നമ്മുടെ ഉറാഷിക്ക് എടുക്കുകയാണ്. ഗാറ മുട്ടുകുത്തി തറയിൽ ഇരിക്കുകയാണ്. ഗാറ കാണുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, അയ്യോ മോനെ നീ പെട്ടുപോയോ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇനി പറ്റത്തില്ലടാ. എന്നിട്ട് ഗാറൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മുടെ ഉറാഷിക്ക് തട്ടാൻ തുടങ്ങുകയാണ്. അതും സാൻഡ് ഉപയോഗിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടാൻ തുടങ്ങുകയാണ്. ഗാറയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേറെ മുട്ടുകുത്തി കുറേ നേരം അവിടെ ഇരുന്നില്ലേ, എന്നിട്ടാണ് ഇങ്ങനെ തട്ടാൻ തുടങ്ങുന്നത്. അതിനുശേഷം ഫിഷിംഗ് ഹുക്സ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. ഈ നമ്മുടെ മീനിൻ്റെ കൊളുത്ത്, ചൂണ്ടക്കൊളുത്ത് അത് തന്നെ അങ്ങനെയിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴാണ് ഗാറ പറയുന്നത്, യഥാർത്ഥ കാഗേമാർ എന്തിനാ ഇങ്ങനെ കാഗേമാരായെന്ന് നീ ആലോചിച്ച് നോക്കിയോ, അതിന് വേറെ റീസൺ തന്നെ ഉണ്ട് മോനെ എന്ന്. എന്നിട്ടാണ് ഗാറ കാണിക്കുന്നത്. ഗാറ കുറേ നേരം ഇങ്ങനെ തറയിരുന്നില്ലേ, അത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വാട്ടറിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ ശ്രദ്ധിക്കുന്നത് കണ്ടത്. ബ്യാക്കുഗൻ ഇവനുണ്ടല്ലോ, അതുകൊണ്ട് ഇവൻ മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെയാണ് ഗാറ തട്ടിക്കളിക്കാൻ നിന്ന് കൊടുത്തത്. അപ്പം ഗാറ ചോദിക്കുന്നുണ്ട്, എടാ മോനെ കാങ്ക എന്ന് സുമ്മാവാ. അപ്പം തന്നെ വെള്ളം മുഴുവനായിട്ട് അവൻ്റെ മണ്ടക്കടിച്ച് കയറുകയാണ്. അങ്ങനെ അവൻ അവിടെ വീഴാണ്. പുറത്തുനിന്ന് വന്ന മച്ചാനുണ്ടേ വെള്ളത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, അവൻ അതിനുള്ളിൽ സർവൈവ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം ഗാറ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി മോനെ, നിനക്ക് പറ്റുന്നില്ലേ, നീ പെട്ടോ, നിന്നെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും തന്നെ ചോജ്രോ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റിനിങ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ ലൈറ്റിങ്ങിനായ
കറണ്ട് അടിച്ച് ഇപ്പം ചാവും, അങ്ങനെ ചാവും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവൻ്റെ റെനിഗൻ, അതായത് ഉറാഷിക്ക് അവൻ്റെ റെനിഗൻ യൂസ് ചെയ്യുന്നതും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതും. രക്ഷപ്പെട്ടത് ഒരു തലനാരി ഇഴയ്ക്കുന്നത് തന്നെ പറയാം കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവിടെ മുകളിൽ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എൻ്റെ സുപ്പീരിയർ വന്ന്, എനിക്ക് തലയ്ക്ക് മുകളിൽ ഒരാളുണ്ട്, അവൻ വന്ന് നിങ്ങളെ കാണും, എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന രീതിയിൽ പോവാണ്. അതായത് ഈ ഉറാഷിക്ക് എപ്പോഴും വരുന്നത് ഇൻഫർമേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ അവൻ വന്നു, ഇപ്പോൾ ഒന്ന് കളിക്കാൻ നോക്കി, നടന്നില്ല, പോയി. അതാണ് ഇപ്പം നടന്നത്. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ സ്റ്റേഡിയത്തിൽ എല്ലാ നേച്ചുറൽ എലമെൻസും കിടന്ന് പമ്പരങ്ങണ കറങ്ങാണ്. ടെയിൽഡ് ബീസ്റ്റ്, സുസനോ എല്ലാം ഉണ്ട്. എന്താടാ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളുടെ ഗാറയും ചോജറയും അങ്ങോട്ട് ചെല്ലാണ്. ഇവിടെ നമ്മുടെ മൊമോഷിക്ക് പറയുന്നുണ്ട്, നിങ്ങളിനി എന്ത് വിചാരിച്ചാലും എന്നെ തടഞ്ഞു നിർത്താൻ ഇവിടെ ഒരുത്തനും പറ്റത്തില്ല. നിങ്ങളുടെ ഈ പവറൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോ, എന്ന് നടക്കത്തില്ല. ഇനി നറൂട്ടോ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിൻ്റെ വില്ലേജ് ഫുൾ ഞാൻ നശിപ്പിക്കും, നിന്നെ ഞാൻ കൊണ്ടുപോകും, നിന്നെ കൊണ്ടുപോയിട്ടേ അടങ്ങും, നിന്നെ കൊണ്ടുപോകും എന്ന് പറയാണ്. ഇല്ലെങ്കിൽ നീ തീരും എന്ന രീതിയിൽ പറയാണ്. എന്നിട്ട് പിൽസ് മുഴുവൻ വാരി ഈ ഒരു നമ്മുടെ മൊമോഷിക്ക് കഴിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഒരു സാധനം അവൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, പടുകൊണ്ടോ ഒരു സാധനം. അത് വീണ വില്ലേജ് മുഴുവൻ നശിക്കും എന്നും ഇവൻ പറയുന്നുണ്ട്. നറൂട്ടോ ആണെങ്കിൽ പറയുന്നുണ്ട് സാസുകയോട്, നീ വില്ലേജിലെ കാര്യങ്ങൾ നോക്ക്, ഞാനിത് ക്ലിയർ ചെയ്തോളാം, നീ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്ക്, പൊക്കോ, മാറിപ്പൊക്കോ, നമ്മളുടെ സറാഡേനെയും ബൊറൂട്ടോനെയൊക്കെ വിളിച്ചിട്ട് പൊക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാലും സാസുക അത്ര പെട്ടെന്നൊന്നും പോകാനായിട്ട് നിൽക്കുന്നില്ല. സാസുക നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ കുറാമേനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഉറങ്ങിയോ, നീ മണ്ടനായോ, നീ വീക്കായില്ലേ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ കുറാൻ പറയുന്നുണ്ടെന്ന്, പോടാ, നിന്നെക്കാളും സ്ട്രോങ് ആണ് ഞാൻ, പോടാ കിളവ, ഞാനാണ് ചെയ്യാൻ പോണേന്നും പറഞ്ഞിട്ട് നമ്മളുടെ കുറാമയും നറൂട്ടോയും ഒത്തു നിന്ന് പിടിക്കാൻ നിൽക്കുകയാണ്. നറൂട്ടോയും നമ്മളുടെ കുറാമയും കൂടെ ചേർന്നിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ആ ഒരു നമ്മളുടെ മൊമോഷിക്ക് ഉണ്ടാക്കിയ ആ ഒരു വലിയ ബോംബ് ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് കവർ ചെയ്ത് പിടിച്ചിട്ട് ടെയിൽഡ് ബീസ്റ്റ് ബോൾ ഉണ്ടാക്കുകയാണ്. ടെയിൽഡ് ബീസ്റ്റ് ബോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ മൊമോഷിക്ക് വാവ്, ഇവിടെ ഒരു അടിപൊളി സ്ഫോടനം നടക്കാൻ പോവാണ്, ഞാനത് കാണാൻ റെഡിയാണെന്ന് പറഞ്ഞ് 3D ഗ്ലാസ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ വൃത്തികെട്ടവൻ. അങ്ങനെ ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോൾ ഉണ്ടാക്കിയിട്ട് അത് റിവേഴ്സ് ചെയ്തെടുക്കുകയാണ്, അങ്ങ് വിഴുങ്ങുവാണ്. അത് കാരണം നറൂട്ടോയ്ക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതായത് ചക്ര ഇനിയും ആവശ്യമാണ്. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ചോദിക്കുന്നുണ്ട്, ഇല്ല ടെയിൽഡ് ബീസ്റ്റ് ബോൾ ഉണ്ടാക്കിയിട്ട് എന്തിനാ വിഴുങ്ങിയെന്ന്. അപ്പോൾ നമ്മളുടെ സാസുകെ പറയുന്നുണ്ട്, ബൊറൂട്ടോ നീ ഇനിയും മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നറൂട്ടോ ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതും ഇതും ചേർന്നൊരു വലിയ സ്ഫോടനം നടന്നേ. നറൂട്ടോ തന്നെ ജയിക്കുമായിരുന്നു. നറൂട്ടോ അത്രയ്ക്കും വീക്കൊന്നുമല്ല, നറൂട്ടോ ഇതൊക്കെ ജയിക്കും. പക്ഷേ എങ്കിലും സംഭവം ഇതാണ്, വില്ലേജിന് ഫുൾ അഫക്റ്റഡ് ആവും, വില്ലേജിലെ ജനങ്ങൾക്ക് ഫുൾ ജീവനെ നല്ല രീതിയിൽ ബാധിക്കും. ബൊറൂട്ടോ ഞെട്ടിപ്പോവാണ്. അത്രയും ഇതും വന്നിട്ടും നറൂട്ടോയ്ക്ക് ഒരു ആപത്ത് വരും എന്ന് മനസ്സിലാക്കിയിട്ടും ആ വില്ലേജിന് വേണ്ടി ഇത്രയും ചെയ്തു എൻ്റെ അച്ഛൻ എന്ന്. എന്നിട്ട് നമ്മളുടെ നറൂട്ടോ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നറൂട്ടോ ആണ് ബൊറൂട്ടോനെ ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിയത്. അപ്പോൾ അത് ഓർക്കുന്നുണ്ട്. നറൂട്ടോയുടെ കൂടെ ഹൊക്കാഗെ ആകുന്നതിന് മുമ്പ് ഒരുപാട് സമയം കളിച്ച് നടന്നിട്ടുണ്ട്, ഒരുപാട് സമയം നറൂട്ടോ തോളിലെടുത്ത് വെച്ച് നടന്നിട്ടുണ്ട്. നറൂട്ടോയ്ക്ക് എപ്പോഴും ഫേവറേറ്റ് നമ്മളുടെ ബൊറൂട്ടോ തന്നെയാണ്. അപ്പോഴത്തേക്കും അങ്ങനെ ചെയ്ത് കുറേ നടന്നിട്ടുണ്ട്, ഹാപ്പിയായിട്ട് ജോളിയായിട്ട് അങ്ങനെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഓർക്കാണ്. ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ കാണിച്ച കുർത്തക്കേടുകൾ നോക്കുകയാണ്. രണ്ടുപേരും ഒന്നിനൊന്നും വെച്ച് അറിയാലോ നറൂട്ടോയുടെ കുർത്തക്കേട്, അതേ കണക്കാണ് ബൊറൂട്ടോയും. രണ്ടുപേരും ഫോട്ടോയ്ക്ക് ഒട്ടും നിൽക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ബൊറൂട്ടോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നറൂട്ടോയുടെ ഉത്തരവാദിത്തം വീട് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമല്ല, അത്ര സെൽഫിഷ് അല്ല നറൂട്ടോ. ഹൊക്കാഗെ എന്ന രീതിയിൽ വില്ലേജ് മുഴുവൻ നറൂട്ടോ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് ഓർത്തിട്ട് ബൊറൂട്ടോയ്ക്ക് ഫുൾ ഇതാവുകയാണ്. ബൊറൂട്ടോ ഇതുവരെ നറൂട്ടോനെ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പോൾ മനസ്സിലാക്കാണ്. വില്ലേജിലുള്ള ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് നറൂട്ടോയ്ക്ക് ഒന്നും വരരുതേ എന്ന്. കാരണം അത്രയും വലിയൊരു പ്രശ്നത്തിലാണ് നറൂട്ടോ പെട്ടേക്കുന്നത്. ഇത് ഫുൾ നമ്മളുടെ ഹിനാറ്റയ്ക്ക് അങ്ങനെ കാണാം. അപ്പോൾ ഹിനാറ്റയ്ക്ക് മനസ്സിലായി നറൂട്ടോ സെൽഫായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ച് ഇവരെല്ലാവരെയും രക്ഷിക്കാൻ നോക്കുകയാണ്. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി നറൂട്ടോയുടെ ജീവൻ കൊടുത്ത് ഇവരെല്ലാം രക്ഷിക്കാൻ പോവാണ് നറൂട്ടോ, അതിനൊരിക്കലും വിടൂല എന്ന് പറഞ്ഞ് ഹിനാറ്റോ ഓടുന്നുണ്ട്. നമ്മളുടെ അവിടെ നിൽക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നറൂട്ടോയ്ക്ക് ഒന്നും വരരുതേ. കാരണം അത്രയും നല്ലൊരു ഹൊക്കാഗെയായിരുന്നു, അത്രയും നല്ലൊരു ഫ്രണ്ടായിരുന്നു, അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു, അത്രയും നല്ലൊരു അച്ഛനായിരുന്നു, അത്രയും നല്ലൊരു ഭർത്താവായിരുന്നു. അപ്പോൾ നറൂട്ടോയ്ക്ക് ഒന്നും വരരുതേ, നീ ജീവനോടെ വരണേ നറൂട്ടോ എന്നാണ് ഓരോ കാഗേമാരും ഓരോ ആൾക്കാരും ഓരോ നറൂട്ടോയുടെ അണ്ടറിലുള്ള നറൂട്ടോയുടെ ഫാമിലി മൊത്തം പറയുന്നത്. പക്ഷേ നറൂട്ടോ പറയുന്നത്, കുറാമ നീ ഇനിയും ജീവിക്കണം, നീ ഇനിയും ജീവനോടെ ഉണ്ടാവൂലേ, ജീവിക്കൂലേ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ബൊറൂട്ടോനെ നോക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ട്.
പറയുന്നുണ്ട് നിന്നെ കൊണ്ട് ഇനി എല്ലാം പറ്റും ബൊറൂട്ടോ എന്ന്. എന്നിട്ട് നമ്മളുടെ നറൂട്ടോനെ കാണിക്കുന്ന ഒരു വലിയ സ്ഫോടനം നടക്കുകയാണ്. ബൊറൂട്ടോയുടെ ബോധം പോവാണ്. കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് സറാഡയാണ്. ബൊറൂട്ടോ കണ്ണ് തുറന്നതും ചോദിക്കുന്നത് നറൂട്ടോനെ പറ്റിയിട്ടാണ്. നറൂട്ടോ അച്ഛൻ എന്തിയെ എന്നാണ് നമ്മളുടെ സറാഡയോട് ചോദിക്കുന്നത്. അപ്പോൾ സറാഡ പറയാണ് നറൂട്ടോ ഈ വില്ലേജിലുള്ള എല്ലാവരെയും രക്ഷിച്ചു നറൂട്ടോ. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോ ചോദിക്കുകയാണ് നറൂട്ടോ അച്ഛൻ എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഹിമവാര വിളിക്കുന്നുണ്ട് ബിഗ് ബ്രദർ ഏട്ടാന്ന്. അപ്പോൾ ഹിമവാരയോട് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ, അച്ഛൻ എന്ത് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഹിമവാര പറയുന്നുണ്ട് അമ്മ. അപ്പോൾ ബൊറൂട്ടോ ചോദിക്കുകയാണ് അമ്മയ്ക്ക് എന്ത് പറ്റി. നറൂട്ടോ എന്ത് ചെയ്യാൻ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹിമവാർ നല്ല രീതിയിൽ കരയാണ്. അത് കണ്ടതും നമ്മളുടെ ബൊറൂട്ടോ ഓടിപ്പോകുന്നുണ്ട്. അവിടെ റൂമിൽ നമ്മളുടെ ഹിനാച്ചനെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സാക്കുറ. അപ്പോഴത്തേക്കും സാക്കുറയോട് പോയിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയാണ് നമ്മളുടെ നറൂട്ടോ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ നമ്മളുടെ ഹിനാറ്റ അങ്ങോട്ടേക്ക് ഓടിപ്പോയി നിന്നു. ആരും തടഞ്ഞു നിർത്തിയില്ല. അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ അവർ വലിയ ബ്ലാസ്റ്റിൻ്റെ ഇടയിൽ പെട്ടിട്ട് നല്ല രീതിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാമെന്ന് ബൊറൂട്ടോ നോക്കുമ്പോൾ സാക്കുറ ഉറപ്പിച്ച് പറയുന്നുണ്ട് രക്ഷപ്പെടുത്തും, ഞാൻ എങ്ങനെയെങ്കിലും നമ്മളുടെ ഹിനാറ്റനെ രക്ഷപ്പെടുത്തുമെന്ന്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ പറ്റി, അച്ഛൻ എന്ത് ചെയ്യാൻ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സാക്കുറ പറയാണ് എനിക്കതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, പക്ഷേ എനിമീസിൻ്റെ അറ്റാക്കിൽ നിന്നും ഈ വില്ലേജിനെ ഫുൾ രക്ഷിച്ചു. നിൻ്റെ അമ്മയ്ക്കും ഇത്രയേ പറ്റിയിട്ടുള്ളൂ, വേറൊന്നും പറ്റിയിട്ടില്ല. അതായത് ഇതിലും വലുത് വരാനുള്ളതായിരുന്നു. നറൂട്ടോ അത് മുഴുവൻ ഒറ്റയ്ക്ക് താങ്ങി പിടിച്ചു. നറൂട്ടോ എന്ന് പറയുമ്പോൾ സറാഡ പറയാണ് ഹൊക്കാഗെ നമ്മളെ വിട്ടു പോയിന്ന്. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോ ആകെ മൊത്തത്തിൽ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചോദിക്കുകയാണ് അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ പറയുന്നുണ്ട് ഹൊക്കാഗെ എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ഇതിലെ കാഗെ എന്നത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ആ ഒരു ബ്ലാസ്റ്റിൽ പെട്ട് അത്രയും കേട്ടതേ ഉള്ളൂ. ബൊറൂട്ടോ ബാക്കി ഇനി ഒന്നും കേൾക്കാൻ പറ്റാതെ ബൊറൂട്ടോ ഷോക്കായി നിന്ന് പോവാണ്. ആ അമ്പരപ്പിൽ നിന്നും ബൊറൂട്ടോ മാറുന്നില്ല. ബാക്കിയുള്ളവരുടെ കാര്യമോ ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ബൊറൂട്ടോ. അപ്പോഴത്തേക്കും സറാഡ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഹൊക്കാഗെയോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം മിത്സുകയൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ്. അവൻ്റെ ചക്രയൊക്കെ മോഷണം പോയിട്ടുണ്ട്. പക്ഷേ അവൻ ആ ഒരു ബ്ലാസ്റ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനൊന്നും ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. ഞാൻ പോലും ഉണ്ടാവത്തില്ലായിരുന്നു, ആരും ഉണ്ടാവത്തില്ലായിരുന്നു. അതുകൊണ്ട് ഹൊക്കാഗെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ തന്നെ ബൊറൂട്ടോ മാറിപ്പോവാണ്. കാരണം അത്രയ്ക്കും ബൊറൂട്ടോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ എന്നാൽ ഒന്നും മിണ്ടാതെ അങ്ങനെ എന്തോ ഒന്ന് പറയാൻ വന്ന് നിർത്തിയിട്ട് ബൊറൂട്ടോ മുമ്പോട്ട് പോവാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബൊറൂട്ടോ ഇവാബേനെയാണ്. ഇവാബെ ചോദിക്കുന്നുണ്ട് ബൊറൂട്ടോ നീ എങ്ങനെയുണ്ട്, നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ബൊറൂട്ടോ പറയുന്നത് ഞാൻ ഓക്കെയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പരിക്കായിട്ട് കിടക്കാണ്. ഇതിനെല്ലാം കാരണം വൃത്തികെട്ട മൊമോഷിക്കാണല്ലോ എന്ന് ബൊറൂട്ടോ ഓർക്കാണ്. അപ്പോഴത്തേക്കാണ് നമ്മളുടെ ഇവാബെ പറയുന്നത് ഹൊക്കാഗെയോട് 7th ഹൊക്കാഗെയോട് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ട് കിടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ ബൊറൂട്ടോ നിർത്തി കേൾക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. ഡെങ്കിയും മെറ്റലിയും ഒക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് അത് പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ പറ്റുക, അവൻ എന്തായിരിക്കും, അവനൊക്കെ കുറച്ച് സമയം കൊടുക്കണമെന്ന്. ബൊറൂട്ടോ പോണ വഴിയൊക്കെ ആലോചിക്കുന്നുണ്ട്. അതായത് നറൂട്ടോയ്ക്ക് അച്ഛനില്ലാത്തത് കൊണ്ടാണ് ആ ഒരു സംഭവം അറിയാത്തത് എന്ന് നറൂട്ടോനെ നോക്കി അങ്ങനെ നറൂട്ടോ ഓരോ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും ബൊറൂട്ടോ പറയുമായിരുന്നു. അപ്പോൾ അത് ബൊറൂട്ടോയ്ക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് കുത്തുകയാണ്. അത് മാത്രമല്ല ബൊറൂട്ടോ ഓരോ പ്രാവശ്യവും നറൂട്ടോയുടെ ഫോട്ടോ നോക്കി പഞ്ച് കൊടുക്കുമായിരുന്നു. അതൊക്കെ ബൊറൂട്ടോ ഇപ്പോൾ ഓർക്കാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഷിക്കഡായ ബെഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, ബെഡില്ല എന്ന രീതിയിലൊക്കെ അതൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് ബൊറൂട്ടോ ഓടിപ്പോകുന്നത് കാണുന്നത്. ഷിക്കഡായി ഒന്നും വിളിച്ച് സംസാരിക്കുന്നില്ല. ഷിക്കഡായിക്ക് ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്ക് യുനോച്ചിന് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, നീ ഇപ്പോഴും അവൻ നിന്നെ ചതിച്ചു എന്ന് ഓർക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെ. അപ്പോൾ ചോജോ പറയുന്നുണ്ട് ചുനിന് എക്സാമേ പോയില്ലേ, പിന്നെ എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ചോജോ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം നമ്മുടെ ഇനോജിനാണെങ്കിൽ അത്ര അധികം ഫീലിങ്സ് അങ്ങനെ തട്ടാത്ത ആളാണ്. അപ്പോൾ ചുമ്മാ എന്തിനാ അവന്മാരുടെ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കുന്നത്, അവന്മാർ എന്നെ സംസാരിച്ചൊരു ഇതെടുക്കട്ടെ എന്ന രീതിയിലാണ്. ഇനിയും ഒരു ചുനിൻ എക്സാം നടത്തിയാലോ എന്ന് സംസാരിക്കുമ്പോൾ ചോജോ പറയണം ഇനിയും ഞാൻ ആ ഷിൻകി എന്ന ഹാൻസം ചെറുക്കനോട് ഇനിയും ഫൈറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന്. അപ്പോൾ ഇനോജിൻ പറയുന്നുണ്ട് ലോർഡ് 7ന്റെ കാര്യം. അപ്പോഴത്തേക്കും ചോജോ പറയുന്നുണ്ട് പുള്ളി എൻ്റെ ഹീറോയാണ്, പൊള്ളിയാണെന്ന രീതിയിൽ. അപ്പോൾ പറയുന്നുണ്ട് ഇത് വലിയ ചതിയല്ലേ എന്ന്. അതെ ചതിയാണെന്ന് നമ്മളുടെ ഷിക്കഡായി പറയുന്നു. നമ്മളുടെ ബൊറൂട്ടോ പോകും വഴി ആലോചിക്കുന്നുണ്ട് അവനും എളുപ്പ വഴിക്ക് വേണ്ടി, ആ പിൽസിന് വേണ്ടി, ആ ഗുളികക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. എളുപ്പവഴി അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം. നമ്മളുടെ ബൊറൂട്ടോ ഒക്കെ നോക്കി നിൽക്കാൻ നറൂട്ടോ ആണെങ്കിൽ എൻ്റെ വില്ലേജിലുള്ള എല്ലാവരെയും രക്ഷിക്കണം, നിന്നെയും രക്ഷിക്കണം എന്ന രീതിയിലാണ് നിന്നത്. എല്ലാവരും നറൂട്ടോയുടെ ഫാമിലി ആയിരുന്നു. അതെന്തുകൊണ്ട് ബൊറൂട്ടോ മനസ്സിലാക്കില്ല, ഞാൻ എന്തുകൊണ്ട്
എന്തുകൊണ്ട് മനസ്സിലാക്കില്ല, ഞാനൊരു തോൽവിയാണെന്നൊക്കെ പറഞ്ഞാണ് ബൊറൂട്ടോ ഓടുന്നത്. ഓടി ഒരു സ്ഥലത്ത് വീഴുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരുപാട് ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് പിന്നെയും പിന്നെയും ബൊറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ്. അപ്പോഴത്തേക്കുമാണ് കയ്യിലെ കോട്ട് ശ്രദ്ധിക്കുന്നത്. അത് കാരണമാണല്ലോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. നറൂട്ടോയുടെ മുമ്പിൽ വലിയ ഒരാളായിട്ട് നല്ല മോനായിട്ട് നറൂട്ടോനെ പോലെ അത്രയും അടിപൊളിയായിട്ട് നിൽക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലോ ഒരു 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 നിഞ്ച പോലും ആവാൻ പറ്റത്തില്ല, അത്ര പോലും വാല്യൂ ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ, നറൂട്ടോ വായെക്കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥ ബൊറൂട്ടോ ഉണ്ടാക്കി കൊടുത്തു. നറൂട്ടോ വന്നില്ലായിരുന്നെങ്കിലും ആ ഫോട്ടോയിൽ എപ്പോഴും ബൊറൂട്ടോ പഞ്ച് കൊടുത്ത് ഞാൻ ഈ സെക്കൻഡ് റൗണ്ടൊക്കെ വിജയിക്കും, സൂപ്പർ ആവും എന്ന് പറയുന്നുണ്ടായിരുന്നു. നറൂട്ടോട് പറയുന്നുണ്ടായിരുന്നു നീ ഒരിക്കലും തോക്കരുതെന്ന് നറൂട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നറൂട്ടോ ഞാൻ നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നറൂട്ടോ പഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ബൊറൂട്ടോ ഓർക്കുന്നുണ്ട്. എന്നാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കോട്ട് വലിച്ച് പൊട്ടിക്കാനായിട്ട് നമ്മളുടെ ബൊറൂട്ടോ നോക്കാണ്. എല്ലാവരും ചതിച്ചു, കോട്ടും ചതിച്ചു, അത് പൊട്ടിച്ച് കളയാണ്. അങ്ങനെ ആ ഒരു ഭാരം ഒഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ ഇനി എന്ത് ചെയ്യണമെന്നും പറഞ്ഞറിയാതെ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. ഹിനാറ്റനെ കാണിക്കുകയാണ്. സാക്കുറ ആണ് ഹിനാറ്റ ആദ്യം കാണുന്നത്. അപ്പോഴത്തേക്കും നീ രക്ഷപ്പെട്ടു, അത് തന്നെ വലിയ കാര്യം, ദൈവത്തിന് എന്ന് നമ്മളുടെ സാക്കുറ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സാക്കുറയും ഹിമവാറിയും ആയിക്കോട്ടെ സറാഡ ആയിക്കോട്ടെ എല്ലാവരും മാക്സിമം പ്ലസൻ്റ് ആയിട്ട് നിൽക്കാനാണ് നോക്കുന്നത്, ഒന്നും നടക്കാത്ത പോലെ. അപ്പോൾ ഹിനാറ്റ ചോദിക്കുന്നുണ്ട് നറൂട്ടോയോ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാക്കുറ പറയാൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ പതറി പറയാൻ വരുമ്പോഴത്തേക്കും സാസുകി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നറൂട്ടോയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നറൂട്ടോയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാണ്. ഹിമവാരിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു, പക്ഷേ അത് കേൾക്കുമ്പോൾ ഹിമവാരിയും സന്തോഷത്തിലാവുകയാണ്. വീഡിയോ ക്ലിപ്സ് ഓവർലാപ്പ് ചെയ്തിട്ട് ഏകദേശം 5 മിനിറ്റായിപ്പോൾ ഈ എപ്പിസോഡ്. പിന്നീട് അതിനെ വലിച്ചു നീട്ടി ഇപ്പോൾ ഏകദേശം ആക്കിയപ്പോഴത്തേക്കും ഡബ് ചെയ്ത വോയിസ് കാണാനില്ല. അങ്ങനെ അത് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് മനസ്സിലാക്കി ഒന്നിന്ന് ഡബ് ചെയ്യുവാണ്. ആ ഇത്ര ഭാഗ്യമുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഹിനാറ്റ ആണെങ്കിൽ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് മോനെയെന്ന്. പക്ഷേ നമ്മളുടെ ബൊറൂട്ടോ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ നറൂട്ടോയുടെ പഴയ ജംപ് സ്യൂട്ട് ഇരിക്കുകയാണ്. അത് എടുത്തിട്ട് ബൊറൂട്ടോ ഇടുവാണ്. എടുത്തിട്ടിട്ട് ബൊറൂട്ടോ ആലോചിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. അപ്പോഴത്തേക്കും അവിടത്തേക്ക് സാസുകി വരികയാണ്. സാസുകി പറയാണ് നിനക്ക് നിൻ്റെ സിറ്റുവേഷൻ എനിക്കിപ്പോൾ മനസ്സിലാക്കും. അപ്പോൾ ബൊറൂട്ടോ പറയാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞുതരാൻ പറ്റുമോയെന്ന്. അപ്പോഴത്തേക്കും സാസുകി പറയാണ് നീ നിൻ്റെ അച്ഛൻ്റെ വീക്ക്നെസ്സിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് ബൊറൂട്ടോ ഓർക്കുന്നത് ശരിയാണല്ലോ, ഞാൻ ഇത്തിരി മുമ്പേ സാസുകി കഥ പറയാൻ പോയപ്പോൾ വേണ്ട എനിക്ക് അയാളുടെ കഥ കേൾക്കണ്ട, എനിക്ക് വീക്ക്നെസ് ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞതും ഇതേ അതൊരു തമാശയായിരുന്നു എന്ന് നമ്മളുടെ സാസുകി പറഞ്ഞിട്ട് പറയാണ്. അതായത് നറൂട്ടോയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലാണ്. നിന്നെ കേൾക്കാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, അതായത് ഹിമവാരിയുണ്ട്, ഹിനാറ്റയുണ്ട്, ഫ്രണ്ട്സുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാർ ബൊറൂട്ടോയ്ക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നറൂട്ടോയുടെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും ഉണ്ടായിട്ടും അച്ഛൻ അമ്മ അനിയൻ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്കായി പോയ ഒരാളായിരുന്നു നമ്മളുടെ നറൂട്ടോ. അങ്ങനെ കേൾക്കാനായിട്ട് അധികം പേരൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും ഫ്രണ്ട്സിനോട് പറയാന്ന് വെച്ചാൽ എപ്പോഴും അവർ കൂടെ ഉണ്ടാവുന്നില്ലല്ലോ, ഫ്രണ്ട്സിനും ഇല്ലേ ഫാമിലി, അവർക്കില്ലേ നല്ല ഫ്രണ്ട്സ്, അങ്ങനെ പോവായിരുന്നു. എന്നിട്ട് സാസുകി സത്യം പറയുന്നുണ്ട്, അതായത് നറൂട്ടോയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചക്ര എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ചോദിക്കണം സത്യമായിട്ടും ഉണ്ടോയെന്ന്. അപ്പോഴത്തേക്കും സാസുകി പറയണം അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ ആണെന്ന് തോന്നുന്നു, മരിച്ചിട്ടൊന്നും ഇല്ലയെന്ന്. അപ്പോൾ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റും, നമുക്ക് പോവാം, നീ വരുന്നോ എൻ്റെ കൂടെയും ചോദിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ബൊറൂട്ടോ പറയുമ്പോൾ നിന്നെക്കൊണ്ട് പറ്റും, നീ വരുന്നോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിച്ച് സാസുകി അങ്ങനെ ബൊറൂട്ടോനെ അങ്ങനെ എൻകറേജ് ചെയ്ത് ആ ഒരു ഡ്രോമ ചെയ്ത് കൊണ്ടുവരാണ്. നമുക്ക് പോകാൻ പറ്റുന്ന ഇടത്താണോ എന്നൊക്കെ ബൊറൂട്ടോ ചോദിക്കുമ്പോഴാണ് ബാക്കി കാക്കയന്മാർ അങ്ങോട്ട് വരുന്നത്. ഉറപ്പായിട്ടും പോകാൻ പറ്റുന്ന ഇടത്താണ്, നമ്മൾ പോവുകയും ചെയ്യും എന്ന് പറയാണ്. നമുക്ക് ഒരു കാരണവശാലും ഓട്ടോട്സുക്കി ക്ലാൻ എന്ന് ഒരാളിങ്ങനെ വന്ന് ചുമ്മാ നമ്മുടെ പയ്യനെ തട്ടിക്കൊണ്ട് പോയാൽ കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അവൻ നമ്മളുടെ ഫ്രണ്ടാണ്. അവനെന്ന് പറഞ്ഞാൽ ഇതിലുള്ളതിലെ ഏറ്റവും നല്ലൊരു കാകയാണ്. അവനാണ് ഈ ഒരു ഇതിൻ്റെ തന്നെ ബേസ്. അവൻ കാരണമാണ് ആ വാർ ജയിച്ചത്. അങ്ങനെയുള്ള ഒരു സ്റ്റോൺ, അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോണിനെ നമ്മൾ വിട്ടുകൊടുക്കും ഓട്ടോട്സുക്കി ക്ലാനിന്? ഒരിക്കലുമില്ല, നമ്മൾ പോയി അത് ചെയ്യും. എവിടെയാണ് സാസുകി നറൂട്ടോ എന്ന് ചോദിക്കുകയാണ്. സാസുകി പറയുന്നുണ്ട് ഓട്ടോട്സുക്കി ക്ലാനിനെ പറ്റിയിട്ട് വലിയ ഡീറ്റെയിൽസ് ഒന്നും നമ്മളുടെ കാഗയുടെ ആ സ്ക്രോളിനകത്തില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് പ്രധാനമായിട്ട് കൊടുത്തിരുന്നത് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഒരുപാട് ചേഞ്ചസ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ സ്ഥലം മുഴുവൻ നശിക്കാനായിട്ടും സാധ്യതയുള്ള 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടത്തേക്ക് വരും. അങ്ങനെ വരുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലത്തിൻ്റെ നാശത്തിന് മാത്രമായിരിക്കും വരുന്നത്. അവർ വരാൻ ഒരുപാട് സമയമെടുക്കും, അത്രയ്ക്കും ദൂരെയാണ്.
പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാശം തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് കുറേ ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സാസുകിക്ക് റെനിഗൻ ഉള്ളത് കൊണ്ട് തന്നെ സാസുകി മിക്കവാറും ഡയമെൻഷനുകളിലും നറൂട്ടോയുടെ ചക്ര ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിടത്ത് നറൂട്ടോയുടെ ചക്രയും ഉണ്ട്. അതാണ് കാഗിയ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഡയമെൻഷനിൽ ഒന്നും. അപ്പോഴത്തേക്കുമാണ് ഗാര പറയുന്നത് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾക്കൊരു കാര്യം മനസ്സിലാവും. അതായത് അതിൽ നമ്മളുടെ ഉറോഷിക്കി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. തടിയൊക്കെ തലയിൽ വെച്ചേക്കുന്ന ഒരുത്തൻ. അവൻ്റെ കയ്യിൽ ഫിഷിംഗ് ഹുക്ക് ഉണ്ട്. അത് വെച്ച് അവൻ ആരുടെ ചക്ര വേണോ അവൻ എടുക്കാൻ പറ്റും, ആരുടെ സ്കില്ല് വേണോ അവൻ എടുക്കാൻ പറ്റും. അതായത് ആ ഹുക്ക് വെച്ചിട്ടാണ് അവനത് എടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസുകി പറയുന്നുണ്ട് അതിനകത്ത് കിൻഷിക്കിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവനാണ് മെയിനായിട്ട് നറൂട്ടോനെ ടാർഗറ്റ് ചെയ്യുന്നത്. അവനാണ് പ്രത്യേക തരം ചക്രാസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവൻ അങ്ങനെ ചക്രയൊന്നും ഇവരുടെ മുന്നിൽ വെച്ച് അബ്സോർബ് ചെയ്തെടുത്തില്ല. പിന്നീട് നമ്മൾ പറയുന്നത് മൊമോഷിക്ക്. അവനാകെ പ്രശ്നക്കാരൻ. അവൻ്റെ കാര്യം അറിയാൻ അവൻ എന്തങ്ങോട്ട് കെടുക്കുന്നു അതെല്ലാം അവൻ ഇങ്ങോട്ട് തിരിച്ചു തരുന്ന ഒരാൾ. അപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് ആ ഡയമെൻഷനിലേക്ക് പോയി എന്തായാലും നറൂട്ടോനെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നറൂട്ടോയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചത് കണക്ക് നറൂട്ടോനെ ഫൈറ്റിന് ഉൾപ്പെടുത്തണോ അതൊക്കെ നമുക്ക് അപ്പം തീരുമാനിക്കാം എന്ന രീതിയിൽ നിൽക്കുകയാണ്. നമ്മളുടെ സാസ്കി എല്ലാവരും ഇറങ്ങുമ്പോഴും ബൊറൂട്ടോ അവിടെ തന്നെ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സാസ്കി ചോദിക്കുന്നുണ്ട് ബൊറൂട്ടോ നിന്റെ പരിപാടി എന്താണ്, നീ വരുന്നില്ലേ, നീ പെട്ടെന്ന് ഇറങ്ങും, നമുക്കിപ്പോൾ പോകണം, ഒരുപാട് സമയമൊന്നുമില്ല എന്ന്. അപ്പോഴത്തേക്കും ഇവിടെ കാഗേമാർ പറയുന്നുണ്ട് വേണ്ട വേണ്ട, ബൊറൂട്ടോ കൊച്ചു പയ്യനാ, അവനെ കൊണ്ടുപോകണ്ട, അവൻ സേഫ് അല്ല, നറൂട്ടോയ്ക്ക് തന്നെ അത് ഭയങ്കര ടെൻഷൻ ആവും എന്നൊക്കെ പറയാം. അപ്പോൾ സാസ്കി പറയുന്നത് നറൂട്ടോയ്ക്ക് ടെൻഷൻ ആകത്തില്ല, ഇവൻ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അത് നമുക്ക് പോകുന്ന വഴി കാണാം. ബൊറൂട്ടോ അത്ര എന്താണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല. ബൊറൂട്ടോയെ കൊണ്ടേ പറ്റൂ അങ്ങനെ ഒരു സംഭവമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമ്മളുടെ സാസ്കി പറയാണ്. പിന്നെ അവിടെ നിൽക്കുന്ന കാഗേമാർക്കും മനസ്സിലാവുകയാണ്, അതായത് ചുമ്മാ എന്നും സാസുകി ഇത്ര വാശി പിടിക്കത്തില്ല ബൊറൂട്ടോനെ കൊണ്ടുപോകണമെന്ന്. എന്തോ ഒരു സംഭവം സാസുകി മനസ്സിൽ കണ്ടിട്ടുണ്ട്, എന്തോ ഒന്ന് ബൊറൂട്ടോനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ ബൊറൂട്ടോ ഭയങ്കര ഡപ്പ് വേസ്റ്റ് ഒന്നും അല്ലെന്ന്. അങ്ങനെ നമ്മളുടെ സാസുകി പറയുന്നുണ്ട് നീ വാ എന്ന് പറയുമ്പോൾ ബൊറൂട്ടോ പറയുന്നത് ഞാനൊരു നിഞ്ച പോലും അല്ല എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസുകിയുടെ ഫോർഹെഡ് പ്രൊട്ടക്ടർ ബ്രാൻഡ് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതെനിക്ക് നറൂട്ടോ തന്നതാണ്, എപ്പോഴെങ്കിലും എന്നെക്കാൾ നല്ല രീതിയിൽ നീ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിനക്ക് ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ നീ ഈ സാധനം കിട്ടിയിട്ട് വേണം എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ടെന്ന് നറൂട്ടോ പറഞ്ഞിട്ട് ചുമ്മാ രസത്തിന് കൊടുത്ത സാധനമാണ്. അപ്പോൾ ഇതിനി നിനക്ക് സ്വന്തമാണ്, കാരണം ഞാൻ നീയുമായിട്ടുള്ളൊരു ബോണ്ട്, നമ്മൾ ടീച്ചർ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നറൂട്ടോയുടെ മോനാണ് നീ എന്നൊക്കെ പറഞ്ഞ് കാഗേമാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം. അപ്പോഴത്തേക്കും കാഗേമാരും സാസ്കിയുടെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഇതൊക്കെ അറിയായിരിക്കും എന്ന രീതിയിൽ വെക്കാണ് കൊണ്ടുവരാനും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഫ്രോഡ് ഹെഡ് പ്രൊട്ടക്ടർ ബാൻഡും നമ്മളുടെ ബൊറൂട്ടോ അത് വാങ്ങുന്നുണ്ട്. വലിയ ഇതൊന്നും ഇല്ല, ഇത് കെട്ടാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം നറൂട്ടോ കെട്ടരുതെന്ന് പറഞ്ഞതാണ്, നിൻ്റെ അല്ലെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ലാസ്റ്റ് കെട്ടുവാണ്. കാരണം നറൂട്ടോനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് സാസ്കി പറയണം നിന്നെ കൊണ്ട് പറ്റും, നീ ഇന്നേ നിൻ്റെ ടീമിൽ തന്നെയാണ്, നിന്നെ കൊണ്ട് പറ്റും, നമ്മൾ നറൂട്ടോനെ തിരിച്ചു കൊണ്ടുവരും, നീ ഒരു നിഞ്ചയാണ്, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് നറൂട്ടോനെ രക്ഷിക്കാനായിട്ട് ബൊറൂട്ടോനെ കൂടെ വിളിക്കുകയാണ്. ഇപ്പോൾ കണ്ടാൽ നമ്മളുടെ നറൂട്ടോ തന്നെ അമ്മാതിരി ലുക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബൊറൂട്ടോയുടെ കണ്ണിലുണ്ടാവുന്ന ആ ഒരു തീപ്പൊരി ഉണ്ടല്ലോ, മോനെ അത് ഇതേ വാശി, ഇതേ ആ ഒരു കടുംപിടുത്തം നമ്മളുടെ നറൂട്ടോ വാറിൽ നറൂട്ടോയുടെ കണ്ണിലുണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് സമയം കാഗിയനെ തീർക്കാനായിട്ടൊക്കെ പോകുന്ന ആ സമയത്തേക്ക് നമ്മളുടെ നറൂട്ടോ ഇതേ വാശിയായിരുന്നു കാണിച്ചത്, എങ്ങനെയെങ്കിലും നാടിനെ രക്ഷിക്കുമെന്ന്. ഇപ്പോൾ ബൊറൂട്ടോ എങ്ങനെയെങ്കിലും നറൂട്ടോനെ തിരിച്ചു കൊണ്ടുവരും എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അതിനുശേഷം സാസ്കിനെ കാണിക്കുകയാണ്. സറാഡേനെ സാസ്കി കാണുന്നുണ്ട്. സറാഡ പറയുന്നുണ്ട് ബൊറൂട്ടോനെ കൊണ്ടുപോകേണ്ട, അവൻ വീക്കാണ്, ചുനിയൻ എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വീക്കാണെന്ന്. അപ്പം നമ്മളുടെ സാസ്കി പറയുന്നുണ്ട് നീ വിചാരിക്കും പോലെയല്ല, നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം, നീ വരണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും സാറാടയ്ക്ക് ഒരു ഇതുമില്ല, കാരണം സാറാടയ്ക്ക് ടെൻഷൻ ആവുകയാണ് ബൊറൂട്ടോ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ സാസ്കി പറയാണ് ബൊറൂട്ടോ നീ വിചാരിക്കും പോലല്ല, അവൻ്റെ കാര്യങ്ങൾ ചെയ്യും, നീ നിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്യണം. കക്കാഷിക്ക് ടെൻഷനുണ്ട് ബൊറൂട്ടോനെ കൊണ്ടുപോകണേൽ, എന്തായാലും ചെറുക്കനെ നീയും ഒക്കെ തിരിച്ചു വന്നാൽ മതി, നറൂട്ടോനെ കൊണ്ടുവരണമെന്നും പറഞ്ഞാണ് കക്കാഷി പറഞ്ഞു വിടുന്നത്. അതേപോലെയാണ് ഷിക്കഡായും പറഞ്ഞു വിടുന്നത്. ഷിക്കഡായ്ക്കും നല്ല ടെൻഷനുണ്ട്, അത്രയും നൻപന്മാരാണ്, അപ്പോൾ അതുകൊണ്ട് ടെൻഷനുണ്ട്. മിറ്റ്സുകിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വിഷമിക്കൊന്നും വേണ്ട, ബാക്കി ചുനിയൻ എക്സാമിൻ്റെ കാര്യം നമുക്ക് വന്നിട്ട് സംസാരിക്കാമെന്ന് പറയാണ്. പോർട്ടൽ ഓപ്പൺ ചെയ്യാണ്, ബൊറൂട്ടോ പോവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഹിനാറ്റ വരുന്നുണ്ട്. ഹിനാറ്റ വന്നിട്ട് പറയാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടോ ആണെങ്കിൽ ഫോർഹെഡ് പ്രൊട്ടക്ടർ ബാൻഡ് ഇങ്ങനെ കറക്കി കാണിക്കുന്നുണ്ട്. ഇത് കാണാൻ നമ്മളുടെ നറൂട്ടോ തന്നെ, ഹിനാറ്റയെന്ന് അല്ല ഹിമവാറിക്ക് പോലും ഇത് നറൂട്ടോ ആണോ എന്ന് തോന്നുന്നു. പിന്നീട് കകാഷിയോ സാക്കുറയോ നമ്മളുടെ ഹിനാറ്റയൊന്നും ഒന്നും മിണ്ടുന്നില്ല. കാരണം മനസ്സിലായി നറൂട്ടോട് അതേ വാശിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ മാത്രമേ ഇവനെ പിടിച്ചു നിർത്താൻ പറ്റൂ. അപ്പോഴത്തേക്കും അവൻ പോട്ടെ,
അവൻ എങ്ങനെയെങ്കിലും പോയിട്ട് രക്ഷിച്ചിട്ട് വേട്ടെ, നീ ജീവനോടെ പറഞ്ഞേ, നിനക്ക് ഓക്കെ ആയിരിക്കണേ ബൊറൂട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വിടുന്നത്. അങ്ങനെ ബൊറൂട്ടോ പോകുന്നത് കാണിച്ചാണ് നമ്മളുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മളുടെ ബൊറൂട്ടോ പോയിട്ട് നാറൂട്ടോനെ രക്ഷിച്ച് അങ്ങനെ തിരിച്ചു വരട്ടെ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. വൈകുന്നേരം തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ടാവുന്നതായിരിക്കും, കാരണം ഒരു എപ്പിസോഡ് ലാഗ് വന്നേക്കുന്നുണ്ടാണ്.